വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക്. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 0488423262. കർക്കിടകം പിറന്നാൽ ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി ക്ഷേത്രങ്ങളും ആയുർവേദ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഔഷധക്കഞ്ഞി വിതരണം എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വേറിട്ട രീതി കൊണ്ട് ശ്രദ്ധ നേടുകയാണ് തളി ചേലൂർ ദേവിച്ചിറ അന്തിമഹാകാളൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതി. കടകളിൽ നിന്നും ആയുർവേദശാലകളിൽ നിന്നും ലഭിക്കുന്ന ഔഷധക്കൂട്ട് വാങ്ങിയാണ് സാധാരണ എല്ലായിടങ്ങളിലും ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി വനത്തിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചാണ് തളി ചേലൂർ അന്തിമഹാകാളൻകാവിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത്. ഇല്ലം കെട്ടി, കുറുന്തോട്ടി, പുത്തിരിച്ചുണ്ട, കാട്ടുമുല്ല, പെരുവിൻവേര്, ഇടിഞ്ഞിൽ തോല്, പെരുങ്കട, നന്നാരി എന്നിവയാണ് ഔഷധക്കൂട്ടിലെ പ്രധാന മരുന്നുകൾ. ഇത് മുഴുവനും വനത്തിനുള്ളിൽ നിന്നാണ് ശേഖരിക്കുന്നത്. ക്ഷേത്രപൂജാരി രാമചന്ദ്രൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ നാരായണൻ മൂരിപ്പാറ, ഹരിദാസൻ കുറ്റിനിങ്ങാട്ട്, സ്മിത പരമേശ്വരൻ, ഗോപിനാഥൻ ചക്കാല, ഹേമലത ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതിയാണ് വനത്തിൽ നിന്നും മരുന്ന് പറിക്കുന്നത്. 100 കിലോഗ്രാമിലും കൂടുതൽ പച്ചമരുന്നാണ് ഇവർ വനത്തിൽ നിന്നും ശേഖരിക്കുന്നത്. പിന്നീട് ഇവ 10 ദിവസത്തോളം വെയിലിൽ ഉണക്കി പൊടിച്ചാണ് മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. കർക്കിടക മാസം 1-ാം തീയതി മുതൽ 10 ദിവസം ഞങ്ങൾ കൊടുക്കും. 500ഓളം പേർക്കാണ് കഞ്ഞി കൊടുക്കുന്നത്. അത് തന്നെ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു ആൾക്ക് 1/2 ലിറ്റർ വെച്ച് കഞ്ഞി കൊടുക്കും. 35-40 കിലോ വരെ അരി ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മരുന്ന് കാട്ടിൽ നിന്ന് പഠിച്ച് ഒരു 10 ദിവസത്തോളം ഇത് ഉണക്കി പൊടിച്ച് മറ്റുള്ള പൊടിച്ചാണ് ഇത് കഞ്ഞിക്ക് ഉപയോഗിക്കുന്നത്. അതുകൂടി ഇപ്പോൾ ഇത് ഇല്ലംകെട്ടി, കാട്ടുമുല്ല, പെരുങ്കട, നന്നാരി, പുത്തിരിച്ചുണ്ട, കുറുന്തോട്ടി അങ്ങനെയുള്ള മരുന്നുകളും ഇത് കൂടി ചേർക്കും. കാട്ടിലെ മരുന്ന് തന്നെ ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ആ വാശി കമ്മിറ്റിക്കാർക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ നല്ലതായിക്കോട്ടെ, ഇതിന് പ്രത്യേക ഒരു ഔഷധ ഗുണം ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈ കാടിൻ്റെ അരുവിനുള്ള മരുന്നിന് പ്രത്യേകിച്ചിട്ടുള്ള ഔഷധ ഗുണം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാടിൻ്റെ അരുവിനുള്ള മരുന്നുകൾ വാങ്ങിച്ചിട്ട് പറിച്ചു കൊണ്ടുവന്ന് അത് പ്രിപ്പറേഷൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. മറ്റു മരുന്നുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പൊടിപ്പിച്ചിട്ട് കൊടുക്കുന്നത്. അത് മഞ്ഞളായാലും ഉലുവയായാലും ചതകുപ്പി ആയാലും ജീരക ആയാലും എല്ലാം ഞങ്ങൾ വാങ്ങിച്ച് അത് പൊടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഔഷധക്കഞ്ഞിയിൽ ചേർക്കുന്നത്. ഇതിനു പുറമെ മഞ്ഞൾ, ഉലുവ, മല്ലി, ജീരകം, ചതകുപ്പ, കടുക്, അയമോദകം എന്നിവയാണ് മരുന്ന് കഞ്ഞിയിലെ മറ്റു കൂട്ടുകൾ. ഇവയുടെ പൊടി വാങ്ങുന്നതിന് പകരം ഗുണമേന്മ കുറയാതിരിക്കാൻ ഇവ വാങ്ങി ഉണക്കി പൊടിച്ചാണ് കഞ്ഞിയിൽ ചേർക്കുന്നത്. ഉണങ്ങലരി കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. കർക്കിടകം 1 മുതൽ 10 വരെയാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. ഇത്തരത്തിൽ 9 വർഷമായി ഇവർ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്തു വരികയാണ്. ജാതിമത വ്യത്യാസമില്ലാതെ 500ഓളം പേർ ഔഷധക്കഞ്ഞി വാങ്ങാൻ ദിവസവും ക്ഷേത്രത്തിലെത്തും. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.